കാന്താര ചാപ്റ്ററും കണ്ടു. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം തന്നത്. 2022 ഇറങ്ങിയ കാന്താരയുടെ അടുത്ത ഭാഗമായിട്ട് റിലീസ് ചെയ്ത പടമാണ് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. ആ പടത്തിന്റെ പോലെയല്ല ഈ പടം. അതിന്റെ പ്രീക്വൽ എന്ന് പറഞ്ഞ ഇറക്കിയിട്ടുള്ള പടമാണ്. പക്ഷെ എനിക്കത് പ്രീക്വൽ ആയിട്ടല്ല തോന്നിയിട്ടുള്ളത്. അതിൽ കാണിച്ചിരിക്കുന്ന ഭൂതകോലം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ട് ഫോം എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു, എന്താണ് അതിന്റെ കഥ എന്നുള്ളതൊക്കെ കാണിക്കണ ഒരു പടമാണ് ഇത്. അപ്പൊ ഇതിൽ കാണിച്ചേക്കുന്നത് തന്നെയാണ് ഒറിജിനൽ ഫോക്ലോർ എന്ന് അറിയില്ല. പക്ഷെ നല്ലൊരു സ്റ്റോറി ലൈനുള്ള നല്ലൊരു അടിപൊളി വിഷ്വൽസ് ഒക്കെ ഉള്ള കുറച്ച് നല്ല ആക്ഷൻ സീൻസ് കൊണ്ട് കോരിത്തിരിപ്പിക്കുന്ന ഒരു പടമാണ് കാന്താര ചാപ്റ്റർ 1. കാന്താര എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ ബിൽഡ് ചെയ്തേക്കുന്ന പ്ലോട്ടിനെ പാസ്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ഈ മൂവി. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് 2 സ്ഥലത്ത് സിനിമ എങ്ങോട്ടൊക്കെയോ മാറിപ്പോണ പോലെ തോന്നി. പക്ഷെ അത് സ്റ്റോറിയുടെ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. പോരാത്തിന് ഔട്ടായി പോയി തോന്നിയിട്ടുള്ള ആ ഭാഗത്തിന്റെ അവസാനത്തില് അടിപൊളി ആക്ഷൻ സീക്വൻസ് വരുമ്പോ അതങ്ങ് മറന്നു പോയിക്കോളും നമ്മള്. ഇതിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നല്ലേ ഇതൊക്കെ പറഞ്ഞു പോയത് എന്ന് നമുക്ക് തോന്നിപ്പോ. ഞാനിപ്പോ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ ഹിന്ദിയിലാണ് പടം കണ്ടത്. മലയാളത്തിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കന്നഡത്തിലെങ്കിലും പടം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഹിന്ദിയിൽ കാണാൻ തീരെ രസം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വിഷ്വൽ ഇഫക്ട്സും ആക്ഷൻ സീക്വൻസും ഒക്കെ കൊണ്ട് പടം അടിപൊളിയായിട്ട് തോന്നി. ഭാഗ്യത്തിന് തുളുവിലുള്ള കുറച്ച് ഡയലോഗുകളുണ്ട്, അതൊക്കെ തുളുവിൽ തന്നെയായിരുന്നു. അത് ഡബ് ചെയ്തിരുന്നെങ്കിൽ മൊത്തത്തിൽ പോയേനെ. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്, പടത്തിലത്തെ കോമഡീസ് എനിക്ക് അത്ര വർക്കായില്ല. എന്നും പറഞ്ഞ് ചിരിച്ചില്ല എന്നല്ല, ചിരി വന്ന കോമഡീസും ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ജയറാമേട്ടന്റെ റോള്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് നല്ല രീതിക്ക് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഫാക്ട് ഈ പടത്തിലുള്ള എല്ലാവർക്കും നല്ല രീതിക്കുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കന്നഡത്തിൽ തന്നെ ഇറങ്ങിയ സൂഫ്രംസോ എന്ന് പറഞ്ഞിട്ടുള്ള പടം കന്നഡ ഇൻഡസ്ട്രിയിലത്തെ കുറച്ച് മെയിൻ ആക്ടേഴ്സിനെ പരിചയപ്പെടുത്തി തന്നിരുന്നു. അവരിലെ ചിലരെയും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അവർക്കെല്ലാവർക്കും അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് റോൾസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഋഷഭ് ഷെട്ടിയുടെ കാര്യത്തിലേക്ക് വരാം. എന്താ പുള്ളി ചെയ്തു വെച്ചേക്കണ പടത്തില്? ആ മറ്റേ ഡേറ്റ് വരുമ്പോഴുള്ള പുള്ളിയുടെ അഭിനയം അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പോരാ. പൊമ്പാലി ഫിലിംസ് എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനിയെ സമ്മതിക്കണം. പടത്തിന്റെ മ്യൂസിക്കും ബിജിഎമ്മും അടിപൊളിയായിരുന്നു. മൊത്തത്തില് 2.25 മണിക്കൂറിൽ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഒരു പടം. സിനിമ കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സായിട്ട് OTT വരുമ്പോ അയ്യോ ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കാണ്ടിരിക്കുക. സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.